ലേൺ വിത്ത് ലൂവിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ മാത്സിൻ്റെ അസസ്മെൻറ്റിലേക്ക് വരാം. അസസ്മെൻറ്റ് ഷീറ്റിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു 11ാമത്തെ ചാപ്റ്ററിൻ്റെ അസസ്മെൻറ്റ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാമെന്നുള്ളത്. ഹൗ മച്ച് ഇൻ എ ബോട്ടിൽ, ഹൗ മച്ച് ഇൻ എ ബാഗ് എന്നുള്ള പാഠം. അപ്പോൾ അതിൻ്റെ അസസ്മെൻറ്റ് അല്ലെങ്കിൽ വർക്ക് ഷീറ്റിലേക്ക് നമുക്ക് വരാം. നമുക്ക് അതിൽ ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ഹൗ മെനി ബോട്ടിൽസ്? എ ഷോപ്പ് ഹാസ് 10 liters ഓഫ് കോക്കനട്ട് ഓയിൽ ഇൻ സ്റ്റോക്ക്. ഹൗ മെനി 1 liter ബോട്ടിൽസ് ആർ നീഡഡ് ടു ഫിൽ ദിസ് ഓയിൽ? ഹൗ അബൌട്ട് 2 liter ബോട്ടിൽസ്? അപ്പോൾ എന്തൊക്കെയാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പം ആദ്യം അതിൻ്റെ ഓരോ വരിയുടെയും അർത്ഥം എന്താണ്, ഓരോ വരിയിലും എന്താ പറഞ്ഞേക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ആദ്യം പറഞ്ഞേക്കുന്നത് എന്താ? A shop has 10 liters of coconut oil in stock. ഒരു കടയിൽ, ഷോപ്പിൽ കോക്കനട്ട് ഓയിലാണ്. എത്രയാണ് കോക്കനട്ട് ഓയിൽ ഉള്ളത്? 10 liters. അപ്പോൾ 10 liters ആണ് നമുക്ക് ഉള്ള കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൗ മെനി 1 liter ബോട്ടിൽസ് ആർ നീഡഡ് ടു ഫിൽ ദിസ് ഓയിൽ? 1 ലിറ്ററിൻ്റെ എത്ര ബോട്ടിൽസ് നമുക്ക് വേണം ഈ ഓയിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ? 1 ലിറ്ററിൻ്റെ എത്ര ബോട്ടിൽസ് നമുക്ക് വേണം എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് നോക്കാം. ആദ്യം എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതെന്നൊന്ന് മനസ്സിലാകാനായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി പറയാം. നമ്മുടെ കയ്യിൽ 10 ലിറ്ററാണ് കോക്കനട്ട് ഓയിൽ ഉള്ളത് അല്ലേ? 10 liters ആണ് കോക്കനട്ട് ഓയിൽ ഉള്ളത്. ഇനി അടുത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1 liter ബോട്ടിലാണ് നമ്മുടെ കയ്യിലുള്ളത്. അതായത് ഒരു കുപ്പിയിൽ, ഒരു ബോട്ടിലിൽ 1 liter കൊള്ളും. മനസ്സിലായോ? ഒരു ബോട്ടിലിൽ 1 liter ഓയിൽ കൊള്ളും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതുപോലത്തെ എത്ര ബോട്ടിൽ വേണം? നമ്മൾ ഈ 10ൽ നിന്ന് ആദ്യം നമ്മൾ ഒരു 1 liter എടുത്തു എന്ന് വിചാരിക്കുക. ബാക്കി എത്രയായിരിക്കും പിന്നെ ഉള്ളത്? 9 liters ആയിരിക്കും പിന്നെ ബാക്കിയുള്ളത് അല്ലേ? വീണ്ടും ഈ 9 ലിറ്ററിൽ നിന്ന് അപ്പോൾ ഒരു ബോട്ടിൽ നമുക്ക് എടുത്തു. ഇനി അടുത്ത് നമ്മൾ ഈ 9ൽ നിന്ന് വീണ്ടും അടുത്ത ഒരെണ്ണം കൂടി എടുത്തു, 1 ലിറ്ററും കൂടി എടുത്തു. പിന്നെ എത്ര ആയിരിക്കും വരുന്നത്? 8. ഇപ്പോൾ എത്ര ബോട്ടിലായി? 1 2 2 ബോട്ടിലായി അല്ലേ? അപ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെ എഴുതി കൂട്ടാനായിട്ട് പോവുകയാണെങ്കിൽ കുറേ സമയം എടുക്കും. നമുക്ക് എളുപ്പത്തിൽ ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 10 ലിറ്റർ ആണല്ലോ കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്റ്റോക്കിലുള്ളത്. അപ്പോൾ നമുക്കിവിടെ എത്ര ലിറ്ററിൻ്റെ ബോട്ടിലാണ് ഉള്ളത്? നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് എത്ര എണ്ണം, ഹൗ മെനി എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഹൗ മെനി 1 liter ബോട്ടിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താ ഇവിടെ ചെയ്യാൻ പോകുന്നത്? എപ്പോഴും എത്ര എണ്ണം, നമ്പർ അല്ലെങ്കിൽ എത്ര എണ്ണമാണ് മുഴുവൻ, കുറച്ച് ടോട്ടലായിട്ടുള്ള കുറേ കാര്യം തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ഇതും തന്നിട്ടുണ്ട്. ഇനി ബാക്കി എത്ര എണ്ണം എന്ന് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുമ്പം എന്ത് ചെയ്യുക? ഡിവിഷൻ ചെയ്യണം. അതായത് 10 ആണ് ടോട്ടൽ അല്ലേ? 10 ഡിവൈഡഡ് ബൈ എത്രയാണ്? 1. കാരണം 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 1 എത്രയായിരിക്കും ആൻസർ അപ്പോൾ വരുന്നത്? നമ്മളെങ്ങനെ ആൻസർ കണ്ടുപിടിക്കുന്നത്? ഡിവിഷൻ നമ്മൾ പഠിച്ചല്ലേ? 10 ഡിവൈഡഡ് ബൈ 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 1ൻ്റെ ടേബിളിൽ എത്ര ടൈംസ് ആണ് 10 വരുന്നത് നോക്കാം. 1ൻ്റെ ടേബിൾ ഒന്ന് പറഞ്ഞ് നോക്കിക്കേ. 1 × 1 എത്ര വരും? 1. 1 × 2 അങ്ങനെ 1 × 3 1 × 4 അങ്ങനെ എത്ര ടൈംസ് ആണ് വരുന്നത്? 1 × 10 ആണ് 10 അല്ലേ? അപ്പോൾ എത്രയാണ് നമ്മുടെ ആൻസർ വരുന്നത്? 10 ആണ് നമുക്ക് വരുന്ന ആൻസർ. 10 ഡിവൈഡഡ് ബൈ 1 = 10. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. 1 liter ബോട്ടിൽസ് എത്ര എണ്ണം വേണം നമുക്ക്? 10 ബോട്ടിൽസ് നമുക്ക് വേണം. അപ്പോൾ നമ്പർ ഓഫ് 1 liter ബോട്ടിൽസ് = എത്രയാണ് വരുന്നത്? 10 ആണ് ആൻസർ വരുന്നത്. മനസ്സിലായോ? 10 ഡിവൈഡഡ് ബൈ 1 = 10. 10 liters ആയിരുന്നു മുഴുവനും ഉണ്ടായിരുന്ന കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് 1 ലിറ്ററിൻ്റെ ബോട്ടിലായിരുന്നു ഫില്ല് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 1 = 10 നമുക്ക് ആൻസർ കിട്ടി. ഇനി അടുത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹൗ അബൌട്ട് 2 liter ബോട്ടിൽസ്? 2 liter ബോട്ടിൽസിൻ്റെ കാര്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതേപോലെ തന്നെയാണ്
നമ്മളതും കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത്? 2 ലിറ്റർ ബോട്ടിൽസ് എത്ര എണ്ണം വേണം എന്നുള്ളതാണ്. മുഴുവനും എത്രയാണ് കോക്കനട്ട് ഓയിൽ സ്റ്റോക്കിലുള്ളത്? 10 ആണ് കോക്കനട്ട് ഓയിൽ ഉള്ളതല്ലേ? 10 ആണ് മുഴുവനും നമ്മുടെ കയ്യിലുള്ള കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. എത്ര ലിറ്ററിൻ്റെ ബോട്ടിലാണ്? 2 ലിറ്ററിൻ്റെ ബോട്ടിലാണ് ഉള്ളത്. അപ്പോൾ 2 ലിറ്ററിൻ്റെ ബോട്ടിലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ബോട്ടിൽസ് വരും? 10 ഡിവൈഡഡ് ബൈ 2. 2ൻ്റെ ടേബിളിൽ എത്ര ടൈംസ് ആണ് 10 വരുന്നതെന്ന് നോക്കിക്കേ. 2 × 1 2, 2 × 2 4, 2 × 3 6, 2 × 4 8, 2 × 5 10. 5 2s are 10 ആണല്ലേ? അപ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? 5 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. 10 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 5. അപ്പോൾ നമ്പർ ഓഫ് 2 ലിറ്റർ ബോട്ടിൽസ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ് നമ്പർ ഓഫ് 2 ലിറ്റർ ബോട്ടിൽസ് എന്ന് പറയുന്നത്. ആൻസർ കിട്ടിയോ? അപ്പോൾ ഇനി നമുക്കിവിടെ എഴുതാമല്ലോ. നമ്പർ ഓഫ് 1 ലിറ്റർ ബോട്ടിൽസ് ഈസ് ഈക്വൽ ടു 10ഉം നമ്പർ ഓഫ് 2 ലിറ്റർ ബോട്ടിൽസ് എന്ന് പറയുന്നത് എത്രയാണ്? 5ഉം ആണ് ആൻസർ വരുന്നത്. മനസ്സിലായല്ലോ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന്? 1 ലിറ്റർ ബോട്ടിലിൻ്റെ എണ്ണം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? മുഴുവനും ഉണ്ടായിരുന്നത് 10 ആയിരുന്നല്ലേ? അപ്പോൾ ആ 10 ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു, ആദ്യത്തെ ആൻസർ 10 കിട്ടി. ഇനി രണ്ടാമത് 2 ലിറ്ററിൻ്റെ ബോട്ടിലായിരുന്നു. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു നമുക്ക് 5ഉം കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലെജൂസ് ഹോം. Leju's house is to be painted. The table shows the amount of paint bought. ലെജുവിൻ്റെ വീട് പെയിൻറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ ടേബിളിൽ പെയിൻറ്റ് മേടിച്ചതും ആ ഓരോ കളർ ഏതാണ്, അതിൻ്റെ എമൗണ്ട് എത്രയാണ്, അളവ് എത്രയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് പെയിൻറ്റ് 20 ലിറ്റേഴ്സ്, ഗ്രീൻ 5 ലിറ്റേഴ്സ്, യെല്ലോ 5 ലിറ്റേഴ്സ്, വയലറ്റ് 1 ലിറ്റർ, ബ്ലൂ 2 ലിറ്റേഴ്സ്, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് പെയിൻറ്റ് ഡിഡ് ദേ ബൈ? എത്ര പെയിൻ്റാണ് അവർ വാങ്ങിയത്? ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് പെയിൻറ്റ് ഡിഡ് ദേ ബൈ? എത്രയാണ് അവർ വാങ്ങിയ പെയിൻറ്റിൻ്റെ അളവ് എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ? എങ്ങനെ കണ്ടുപിടിക്കും? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മുഴുവൻ അളവ്, ടോട്ടൽ എമൗണ്ട് ഓഫ് പെയിൻ്റ് ആണ്. അതായത് ഈ പെയിൻറ്റുകളുടെ മൊത്തം അളവാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? എളുപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എല്ലാം കൂടി ചേരുന്നത്, അതായത് മുഴുവനും കൂടി നമ്മൾ കൂട്ടുന്നതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ആദ്യം ഒരാൾ 2 ചോക്ലേറ്റ് തന്നു, പിന്നെ ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും 2 ചോക്ലേറ്റ് തന്നു, അടുത്തൊരാൾ വന്ന് നിങ്ങൾക്ക് 1 ചോക്ലേറ്റ് തന്നു. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുഴുവനും എത്ര ചോക്ലേറ്റ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പറയും? ഇതെല്ലാം കൂടി കൂട്ടി പറയാം അല്ലേ? ആഡ് ചെയ്ത് പറയും. 2 + 2 4, 4 + 1 5. 5 ആണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുള്ള മുഴുവൻ ചോക്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ ഓരോ കളറും അതിൻ്റെ മെഷറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മുഴുവൻ ആ മെഷറിൻ്റെ ടോട്ടൽ എത്രയാണെന്നാണ്, മൊത്തം കൂടി എത്ര പെയിൻറ്റ് മേടിച്ചു വാങ്ങി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് ഇവിടെ എഴുതേണ്ടത്. നമുക്ക് ചെയ്താലോ? അപ്പോൾ ഫസ്റ്റ് 20 ലിറ്റർ ആണ്. 20 + 5 + 5 + 1 + 2 എത്ര വരും ആൻസർ? 20 + 5 എത്രയാണ്? 25. 25 + 5 30. 30 + 1 31. 31 + 2 33. 33 എന്താണ്? ലിറ്റർ ആണല്ലേ, പെയിൻ്റ് ആണ്. ഇവിടെ ലിറ്ററാണ് കൊടുത്തിരിക്കുന്ന കണക്ക്. 33 ലിറ്റേഴ്സ്. ഓക്കെ, ഇത്രയാണ് പെയിൻറ്റിൻ്റെ അളവെന്ന് പറയുന്നത്, 33 ലിറ്റേഴ്സ്. സോ ടോട്ടൽ എമൗണ്ട് ഓഫ് പെയിൻറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 33 ലിറ്റേഴ്സ് എന്ന് കൂടി എഴുതുക. 33 ലിറ്റേഴ്സ്. മനസ്സിലായല്ലോ?
അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നത്? അതിൻ്റെ മുഴുവൻ അളവ് ടോട്ടലായിരിക്കും നമ്മളെടുത്ത് എഴുതുന്നത്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഗ്യാസ് സിലിണ്ടർ. എ ഫുള്ളി ഫിൽഡ് ഗ്യാസ് സിലിണ്ടർ വെയ്സ് 29 kilograms and an empty cylinder 15 kilograms. What is the weight of the liquid in the cylinder? അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? എ ഫുള്ളി ഫിൽഡ് ഗ്യാസ് സിലിണ്ടർ വെയ്സ് 29 kilograms. മുഴുവൻ ഫില്ലായിട്ടുള്ള ഗ്യാസ് സിലിണ്ടർ അറിയാലോ. ഈ സിലിണ്ടർ മുഴുവൻ ഫില്ലായിട്ടുള്ള ഒരു സിലിണ്ടറിൻ്റെ ഭാരം, വെയ്റ്റ് എന്ന് പറയുന്നത്, വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? കിലോഗ്രാംസ്. 29 kilograms ആണ് മുഴുവൻ നിറച്ച ഫില്ലായിട്ടുള്ള ഒരു സിലിണ്ടറിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു എം ടി സിലിണ്ടർ, എം ടി എന്ന് പറഞ്ഞാൽ എന്താ? കാലിയായിട്ട് ഒന്നുമില്ല, തീർന്നുപോയ സിലിണ്ടർ. എം ടി സിലിണ്ടറിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 15 kilograms ആണ്, 15 kilogram ആണ്. വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ദ ലിക്വിഡ് ഇൻ ദ സിലിണ്ടർ? അങ്ങനെയാണെങ്കിൽ ഈ സിലിണ്ടറിനുള്ളിലെ ലിക്വിഡിൻ്റെ വെയ്റ്റ് എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? നമ്മളോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഇവിടെ ഒരു മുഴുവൻ നിറച്ച ഫില്ലായിട്ടുള്ള ഒരു സിലിണ്ടറിൻ്റെ വെയ്റ്റ് 29 kilogram ആണ്. കാലിയായിട്ടുള്ള എം ടി ആയിട്ടുള്ള ഒരു സിലിണ്ടറിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 15 kilogram ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള ലിക്വിഡിൻ്റെ വെയ്റ്റ് എത്രയാണെന്നാണ്. ഇത് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് മനസ്സിലാകാൻ വേണ്ടി വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ കൈവശം 5 ചോക്ലേറ്റ് ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? നിങ്ങളുടെ കയ്യിൽ 5 ചോക്ലേറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കയ്യിൽ 5 എണ്ണം എടുക്കുക, 5 fingers എടുക്കുക, 5 വിരലെടുക്കുക. നിങ്ങളുടെ കയ്യിൽ 5 ചോക്ലേറ്റ് ഉണ്ട്. ഈ 5 ചോക്ലേറ്റിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന് ഒരു 3 ചോക്ലേറ്റ് കൊടുത്തു. എത്രയാണ് കൊടുത്തത്? 3 ചോക്ലേറ്റ് കൊടുത്തു. ഇപ്പോൾ ബാക്കി നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ട്? എങ്ങനെ നിങ്ങൾ പറയും? നിങ്ങളുടെ കയ്യിൽ 5 എണ്ണം ഉണ്ടായിരുന്നു, 3 എണ്ണം നിങ്ങളുടെ ഫ്രണ്ടിന് കൊടുത്തു. ബാക്കി ഇനി എത്രയുണ്ട്? എളുപ്പം പറയാൻ പറ്റും അല്ലേ? 3 എണ്ണം 5ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 2 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ അല്ലേ? 2 ആണ് നമുക്ക് കിട്ടുന്നത്. ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചേ? 5ൽ നിന്ന് നമ്മൾ 3 കളയുകയാണ് ചെയ്തത്. അതിൻ്റെ ഡിഫറൻസ് അല്ലേ, വ്യത്യാസം പോകുകയാണ് ചെയ്തത്. ബാക്കി ആയതാണ്, ബാലൻസ് ആയതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതിന് നമ്മൾ എന്താണ് ഇവിടെ ഉപയോഗിച്ചത്? സബ്ട്രാക്ഷൻ, മൈനസ് ചെയ്യുക ചെയ്തത് അല്ലേ? 5ൽ നിന്ന് 3 നമ്മൾ കുറച്ചു, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എത്രയാണെന്നുള്ളത് കിട്ടി. ഇതുപോലെ തന്നെ ഇവിടെ നമ്മുടെ മുഴുവൻ ഭാരമുള്ള ഫില്ലായിട്ടുള്ള ഒരു സിലിണ്ടറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 29 kilogram ആണ്. 29 kilogram ആണല്ലേ? അപ്പോൾ ഈ 29 kilogram ആണ് ഫില്ലായിട്ടുള്ള ഒരു സിലിണ്ടറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി ഒന്നുമില്ലാതിരിക്കുന്ന തീർന്നുപോയ ഒരു സിലിണ്ടറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 15 ആണല്ലേ? അപ്പോൾ മുഴുവനായിട്ട് നിറഞ്ഞിരിക്കുമ്പോൾ 29 ആണ്. തീർന്നു പോയൊരു സിലിണ്ടറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ ഈ 29ഉം 15ഉം രണ്ടും ഡിഫറൻ്റ് ആണല്ലേ? ഡിഫറൻസ് വന്നല്ലേ? വ്യത്യാസം വന്നല്ലേ? ആദ്യം 29 ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ 15 ഉള്ളൂ. അപ്പോൾ ഈ ഡിഫറൻസ് വന്ന, വ്യത്യാസം വന്ന ആ ഒരു സംഖ്യയില്ലേ, ആ ഒരു നമ്പർ, അതാണ് ഈ ലിക്വിഡിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തുള്ള ഫില്ല് ചെയ്തിട്ടുള്ള സാധനമില്ലേ, നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ്, ആ ഫില്ലായിട്ടുള്ള ലിക്വിഡ്, അതിൻ്റെ ഭാരമെന്ന് പറയുന്നത് ഈ 2 നമ്പറുകളുടെയും ഇടയ്ക്ക് വരുന്ന ഡിഫറൻസ് ആണ്, വ്യത്യാസമാണ്. അത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഡിഫറൻസ് കണ്ടുപിടിക്കാൻ, വ്യത്യാസം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സബ്ട്രാക്ഷൻ, നമ്മൾ കുറയ്ക്കും, മൈനസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഓർക്കുക, ഒരു സിലിണ്ടർ മുഴുവൻ വെയിറ്റോടെ ഇരിക്കുമ്പോൾ, അതിനകത്ത് ലിക്വിഡ് ഫില്ലായിട്ടിരിക്കുമ്പോൾ 29 ആണ്. എന്നാൽ അതിൽ നിന്ന് ലിക്വിഡ് പോയതിന് ശേഷം ബാക്കി വരുന്ന സിലിണ്ടറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 15 kilogram ആണ്. അപ്പോൾ ആ പോയത് എത്രയാണ്, അല്ലെങ്കിൽ ആ തീർന്നു പോയ, അല്ലെങ്കിൽ ആ ലിക്വിഡിൻ്റെ വെയിറ്റ് എത്രയാണ്? ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഇതിൻ്റെ ഡിഫറൻസ്, വ്യത്യാസം, അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 29 മൈനസ് 15 നമ്മൾ ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 29ൽ നിന്ന് 15 മൈനസ് ചെയ്ത് നോക്കാം. 9ൽ നിന്ന് 5 പോയാൽ 4 വരും, 2ൽ നിന്ന് 1 പോയാൽ 1. എത്രയാണ് ആൻസർ വന്നത്? 14
കിലോഗ്രാമാണ് നമുക്ക് വന്ന ആൻസർ എന്ന് പറയുന്നത്. 14 kg ആണ് ആൻസർ. ഇനി നമുക്ക് ഈ ആൻസറൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാം. വെയിറ്റ് ഓഫ് എ ഫുള്ളി ഫിൽഡ് സിലിണ്ടർ എത്രയായിരുന്നു? 29 ആണ്. വെയിറ്റ് ഓഫ് ആൻ എംറ്റി സിലിണ്ടർ, എംറ്റി സിലിണ്ടറിൻ്റെ വെയിറ്റോ 15 ആണ്. വെയിറ്റ് ഓഫ് ദ ലിക്വിഡ്, ലിക്വിഡിൻ്റെ വെയിറ്റ് എത്രയാണ്? നമ്മൾ കണ്ടുപിടിച്ചു. 29 മൈനസ് 15 14 ആണ്. അടുത്ത ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? വെയിറ്റ് ഓഫ് എ ഹാഫ് ഫിൽഡ് സിലിണ്ടർ. ഹാഫ് ഫിൽഡ് സിലിണ്ടർ അതായത് പകുതി വെയിറ്റ് ഉള്ള ഒരു സിലിണ്ടർ, പകുതി ഉള്ള സിലിണ്ടർ അല്ലെങ്കിൽ പകുതി മാത്രം ഫില്ലായിട്ടുള്ള സിലിണ്ടർ. അതെങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ അതിൻ്റെ പകുതി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമുക്ക് ആൻസർ കിട്ടി. 14 ആണ്. വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് എന്ന് പറയുന്നത് 14 kg ആണ് കിട്ടി. അപ്പോൾ ഇതിൻ്റെ പകുതി, ഹാഫ് ഫിൽഡ് സിലിണ്ടറിൻ്റെ വെയിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ 14 kg 14 kgയുടെ പകുതി എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പകുതി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? പകുതി എന്ന് പറയുമ്പോൾ ഏത് നമ്പർ ആയിരിക്കും അവിടെ വരുന്നത്? എങ്ങനെയായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഒരു കാര്യത്തിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഹാഫ്, പകുതി എന്ന് പറയുമ്പോൾ ഇതിനെ രണ്ടായിട്ട് ഭാഗിക്കുന്നത്. അതായത് നമ്മളിതാ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ട് സൈഡിനെയും ഒരുപോലെ വെച്ച്, ഇതിപ്പോൾ ഞാൻ വരച്ച ഒരുപോലല്ല, ഒരുപോലെ രണ്ട് സൈഡിനും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഹാഫ് ആവുന്നത് അല്ലേ, പകുതി. അപ്പോൾ പകുതി കണ്ടുപിടിക്കാനായിട്ട് ഓർക്കുക, എപ്പോഴും എന്ത് ചെയ്യുക? നമ്മൾ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. ഏത് നമ്പർ വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നത്? 2 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ പകുതി കിട്ടും. അതായത് പകുതി, നേർപകുതി, ഹാഫ്, അത് കണ്ടുപിടിക്കാൻ 2 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ 14 എന്ന ഈ വെയിറ്റിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 2ൻ്റെ ടേബിളിൽ എപ്പോഴാണ് 14 വരുന്നത്? പറഞ്ഞു നോക്കിക്കേ. 2 ones are 2 അല്ലെ? 2 into 1 2, 2 into 2 4, 2 into 3 6, 2 into 4 8, 2 into 5 10, 2 into 6 12, 2 into 7 ആണ് 14. 7 2s are 14. അപ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? 7. ഹാഫ് ഫിൽഡ് സിലിണ്ടറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 7 kg ആണ്. ഹാഫ് ഫിൽഡ് സിലിണ്ടറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 7 kg ആണ്. മനസ്സിലായോ? 7 kg ആണ്. അപ്പോൾ ഹാഫ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ഹാഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്യുക? നേർപകുതി 2 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഹാഫ് കിട്ടും. മനസ്സിലായോ? അപ്പോൾ നമുക്കിതിൽ എല്ലാ ആൻസറും കിട്ടി. വെയിറ്റ് ഓഫ് എ ഫുള്ളി ഫിൽഡ് സിലിണ്ടർ എത്രയാ? 29 kilograms. അടുത്തത് വെയിറ്റ് ഓഫ് ആൻ എംറ്റി സിലിണ്ടർ. എംറ്റി സിലിണ്ടറിൻ്റെ വെയിറ്റ് എത്രയാണ്? 15 kilograms. അടുത്തത് വെയിറ്റ് ഓഫ് ദ ലിക്വിഡ്. ലിക്വിഡിൻ്റെ വെയിറ്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചേ? 29ഉം 15ഉം തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ? 29 കിലോഗ്രാമിൽ നിന്ന് 15 കിലോഗ്രാം നമ്മൾ മൈനസ് ചെയ്തു, സബ്ട്രാക്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 14 kilogram. ഇനി വെയിറ്റ് ഓഫ് എ ഹാഫ് ഫിൽഡ് സിലിണ്ടർ, അതായത് മുഴുവൻ നിറഞ്ഞിരിക്കുമ്പോഴാണ് ആ ലിക്വിഡിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 14 kilogram. അപ്പോൾ ആ ലിക്വിഡ് പകുതിയേ ഉള്ളൂ എങ്കിലോ അതിൻ്റെ ഹാഫ്, പകുതിയേ ഉള്ളൂ എങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? 14 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 7 kilogram. മനസ്സിലായോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 4, മെഷറിംഗ് ഓയിൽ. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? 500 liters ഓഫ് ഓയിൽ ഈസ് നീഡഡ്. ഇവിടെ ലിറ്റേഴ്സ് അല്ല കേട്ടോ, മില്ലി ലിറ്റേഴ്സ് ആണേ. 500 milliliters ഓഫ് ഓയിൽ ഈസ് നീഡഡ്. ദെയർ ഈസ് എ 200 milliliter jar and 100 milliliter jar. What are the different ways in which we can measure out 500 liter അല്ല milliliters using these jars? അപ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് എന്താ ആവശ്യമായിട്ടുള്ളത്? 500 milliliter ഓഫ് ഓയിലാണ് നമുക്ക് ആവശ്യം. 500 milliliter ആണ് നമുക്ക് ആവശ്യം. നമ്മുടെ കയ്യിൽ ഏതൊക്കെ ജാറുണ്ട്? നമ്മുടെ കയ്യിൽ 200 ml ജാറുണ്ട്, 100 ml ജാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2 ജാർ ഉപയോഗിച്ച് നമുക്ക് ഏതൊക്കെ രീതിയിൽ 500 മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ കയ്യിൽ 200 ഉണ്ട്. അപ്പോൾ ദാ ഞാൻ ഒരു 200 എടുത്തു, ഈ 200 എടുത്തു, വീണ്ടും ഒരു 200 കൂടി ഞാൻ എടുത്തു. 200 ml ഇവിടെ ml ഉണ്ടേ.
200 എടുത്തു, 200 എടുത്തു. ഇപ്പം എത്രയായി? 2 + 2 4, 400 ml ആയി. ഇനി നമുക്ക് 500 ആ വേണ്ട. അപ്പോൾ എത്ര കൂടെ വേണം? ഒരു 100 കൂടി വേണം. അപ്പോൾ പ്ലസ് ഒരു 100 ml കൂടി എടുത്തു. ഇപ്പം എത്രയായി മുഴുവനും? 500 ml ആയി. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ കയ്യിൽ 200ഉം 100ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ 200 ml-നെ 2 പ്രാവശ്യം എടുത്തു. 200 + 200 400 ആയി. അതിൻ്റെ കൂടെ ഒരു 100 ml കൂടി എടുത്തു. അപ്പോൾ മൊത്തം 500 ml. മനസ്സിലായോ? ഇനി നമുക്ക് വേറെ ഏതൊക്കെ രീതിയിൽ എടുക്കാൻ പറ്റും? വേണമെങ്കിൽ നമുക്ക് ഈ 100 മാത്രം ഉപയോഗിച്ചെടുക്കാൻ പറ്റും അല്ലേ? 100 ml മാത്രം. 100 ml + 100 ml + 100 ml. ഇപ്പം എത്രയായി? 100 + 100 200 + 100 300 ആയുള്ളൂ. പ്ലസ് എത്ര എടുക്കാം? ഇപ്പം എത്രയായി? 400 ml അല്ലേ? പ്ലസ് ഒരു 100 ml കൂടി. ഇപ്പം എത്ര ml ആയി? 100 200 300 400 500 = 500 ml. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഈ 100 ml ഒരു 3 ടൈംസ് നമുക്കൊരു 100 ml എടുക്കാം. അപ്പോൾ 300 ആവും അല്ലേ? പിന്നെ നമുക്കൊരു 200 കൂടി ഉണ്ട്. അപ്പം നമ്മളൊരു 100 ml പ്ലസ് ഇവിടെ ml ഉണ്ട് കേട്ടോ. 100 ml + 100 ഇപ്പം എത്രയായി? 300 ആയി. പ്ലസ് ഒരു 200 കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാവും മുഴുവനും? 500 ml. മനസ്സിലായോ? ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പല ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് ഈ ഒരു 200 ml ജാറും 100 ml ജാറും ഉപയോഗിച്ചുകൊണ്ട് 500 ml നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കിക്കേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5th one, ഹൗ ടു മെഷർ. എന്താ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത്? യൂസിങ് എ 500 ml ജാർ ആൻഡ് എ 200 ml ജാർ, ഹൗ ക്യാൻ വി മെഷർ ഔട്ട് 100 ml? എന്താണ് പറഞ്ഞിരിക്കുന്നത്? 500 ml ജാറും 200 ml ജാറും ഉപയോഗിച്ചുകൊണ്ട് 100 ml അളന്നെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ നമുക്ക് അളക്കാൻ പറ്റും? നമ്മുടെ കയ്യിൽ 500 ml 200 ml ഉള്ളൂ. നമുക്ക് വേണ്ടതാണെങ്കിലോ 100ഉം. ഒരു വഴി നമുക്കിങ്ങനെ ഒന്ന് ആലോചിക്കാം. നമ്മുടെ കയ്യിൽ 500 ഉണ്ടല്ലോ. അപ്പോൾ ഈ 500ൻ്റെ അകത്ത് നമുക്ക് ആദ്യം എണ്ണ നിറയ്ക്കാം. അപ്പോൾ 500 ml ഉണ്ട് ഇതിൽ. ഇനി ഈ 500 ml നിന്ന് ഞാനൊരു 200 ml മാറ്റുക. ഇതിൽ നിന്ന് ഞാനൊരു 200 ml ഇങ്ങനെ എടുത്തു. ഇപ്പോൾ ബാക്കി എത്രയാണുള്ളത്? 200 ഞാനിങ്ങനെ എടുത്തേ. ഇപ്പോൾ ബാക്കി എത്രയാണുള്ളത്? 5ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 3 ആണല്ലേ ഉള്ളത്. 300 ml ഇപ്പോൾ ബാക്കിയുണ്ട്. കാരണം ഈ 500 ml നിന്ന് 200 ml ഞാനിങ്ങനെ എടുത്ത് മാറ്റി. ഇപ്പോൾ ബാക്കി 300 ml ഉണ്ട്. നമുക്ക് വേണ്ടത് എത്ര? 100 ആണ് വേണ്ടത്. ഞാൻ എന്ത് ചെയ്തു? ഈ 300 ml നിന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 300 ml നിന്ന് വീണ്ടും ഞാനൊരു 200 ഇങ്ങ് മാറ്റി. ഇപ്പോഴോ ബാക്കി എത്ര വരും? 3ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 1 അല്ലേ? 100 ml ഇപ്പോൾ ബാക്കി വന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം ഒരു 500 ml എടുത്തു, അതിൽ നിന്നൊരു 200 ml മാറ്റി, വീണ്ടും ഒരു 200 ml മാറ്റി. അതായത് 2 പ്രാവശ്യം നമ്മൾ 200 ml മാറ്റി. ഇപ്പോൾ 200 + 200 എത്രയായി? 400 ml നമ്മൾ മാറ്റി. പക്ഷെ നമ്മുടെ കയ്യിൽ 200 ml ഇത് ഉപയോഗിച്ചാണ് നമ്മൾ 400 മാറ്റിയത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് മുഴുവൻ എത്രയായിരുന്നു? 500 ആയിരുന്നു അല്ലേ? അപ്പോൾ 500 - 200 ml, പിന്നെ അതിൽ നിന്നും ഒരു 200 ml നമ്മൾ മൈനസ് ചെയ്തു. അപ്പോൾ എത്ര വന്നു നമുക്ക്? 100 ml നമുക്ക് വന്നു. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് വേറൊരു രീതിയിലും നമുക്ക് വേണമെങ്കിൽ 100 മാറ്റാനായിട്ട് പറ്റും. എങ്ങനെയാണെന്നറിയാമോ? നോക്കാം. ഞാനിപ്പോൾ ഈ 200 ml ജാറില്ലേ, 200ൽ ഞാനൊരു 3 പ്രാവശ്യം ഓയിൽ എടുക്കുകയെന്ന് വെച്ചോ. അല്ല, എന്തോ ആയിക്കോട്ടെ, അതെടുക്കാൻ പോവാണ്. 200നെ ഞാൻ 3 പ്രാവശ്യം എടുത്തു. 200 + 200 +
200 ml. അപ്പോൾ 3 പ്രാവശ്യം ആകുമ്പം നമുക്ക് ഇങ്ങനെ എഴുതി കൂട്ടുന്നതിൽ എളുപ്പത്തിന് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 200നെ 3 ടൈംസ് അല്ലേ, 200 × 3. അപ്പോൾ എത്ര വരും ആൻസർ? 3 2s are 6 ആണ്. അപ്പോൾ 600 എന്ന് വന്നു. ഇനി ഈ 600ൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? 500 ml ഒരു ജാറുണ്ടല്ലോ, 500 അങ്ങ് എടുത്ത് മാറ്റി. ഈ 600 ml നിന്ന് ഞാനൊരു 500 അങ്ങ് മാറ്റി. ബാക്കി എത്ര വരും? 6ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ 1, ബാക്കി സീറോസ് ഇട്ട് കൊടുത്തു. 100 ml. മനസ്സിലായോ? ഇങ്ങനെയും നമുക്കിത് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ കയ്യിൽ 500ൻ്റെ ജാറും 200ൻ്റെ ജാറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ആദ്യം 500ൽ നമ്മൾ എടുത്തിട്ട് അതിൽ നിന്നൊരു 200 മാറ്റി. അപ്പോൾ ബാക്കി 300 ഉണ്ടായിരുന്നു. 300ൽ നിന്ന് വീണ്ടും നമ്മളൊരു 200 മാറ്റി. അപ്പോൾ നമുക്ക് 100 ml കിട്ടി. രണ്ടാമത് എന്താ ചെയ്തത്? നമ്മൾ 200ൻ്റെ ജാറിൽ ഒരു 3 പ്രാവശ്യം എടുത്തു. 200 × 3 600 വന്നു. ആ 600ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 500 ജാർ ഉപയോഗിച്ച് അത്രയും അങ്ങ് മാറ്റി. അപ്പോൾ 600ൽ നിന്ന് 500 പോയി കഴിഞ്ഞപ്പോൾ ബാക്കി എത്ര വന്നു? 100 ml വന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉള്ളത്. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് കരുതുന്നു. 5 ക്വസ്റ്റ്യൻസ് അസസ്മെൻറ്റിൽ ഉണ്ടായിരുന്ന 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്